ഹലോ ഗൈസ്, വെൽക്കം ടു ദ ന്യൂ വ്ളോഗ്. ഞങ്ങളുടെ അൽബേനിയ മോണ്ടിനീഗ്രോ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഒരു 4 days ട്രിപ്പായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ലൂട്ടൺ ടു സാൻസ്റ്റഡ് എയർപോർട്ട്. റെയിനെയർ ആയിരുന്നു നമ്മളുടെ ഫ്ലൈറ്റ്. ഞങ്ങൾ സ്കൈ സ്കാനർ വഴിയാണ് ബുക്ക് ചെയ്തത്. 210 pounds ആയി അപ്പ് ആൻഡ് ഡൗൺ, ഞങ്ങൾക്ക് 4 പേർക്കും കൂടി. ഇമിഗ്രേഷനിൽ ഷെയർ കോഡ് ചോദിക്കും. പ്രിൻറ്റഡ് കോപ്പീസോ അല്ലെങ്കിൽ നേരത്തെ എടുത്തു വെച്ചതോ ഒന്നും അലോ ചെയ്യത്തില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ചോദിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ നെറ്റ് കണക്ഷനൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ബാഗേജിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. അവർ പറയുന്ന ഡയമെൻഷനിലുള്ള ബാഗ്സ് മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ലിക്വിഡ് ഐറ്റംസ്, ക്രീംസ്, സൺസ്ക്രീന് അങ്ങനെയുള്ള സാധനങ്ങൾ 100 ml കൂടാൻ പാടില്ല. കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസ് ആക്കി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്നാക്സൊക്കെ കയ്യിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഫ്ലൈറ്റിനുള്ളിൽ നിന്ന് വാങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഞങ്ങൾക്ക് ഇമിഗ്രേഷനിൽ ഷെയർ കോഡ് എടുക്കുന്ന സമയത്ത് കുറച്ച് ടൈം എടുത്തു. 4 പേർക്കും കൂടി ചെയ്തു വന്നപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സേഫായിട്ട് ടിറാന ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. യാത്രയൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇത് എയർപോർട്ടിന് വെളിയിൽ കണ്ട മദർ തെരേസയുടെ ഒരു മോണുമെൻ്റാണ്. പേരും ജനനവും മരണവും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കാർ എടുക്കാനായിരുന്നു. ഓൾറെഡി കാറൊക്കെ ബുക്ക് ചെയ്തിരുന്നു. ഡിസ്കവറി കാർ വഴി ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഒരു 150 pounds ആയി കാറിന്. എക്സസ് കവറൊക്കെ ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് പോയി.
ഞങ്ങൾ എക്സസ് കവർ എടുത്തത് കൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ അവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 800 പൗണ്ട്സ് എക്സ്ട്രാ വാങ്ങി 1 മന്ത് ഡെപ്പോസിറ്റ് ആയിട്ട്. 1 മന്തിന് ശേഷം നമുക്കത് തിരിച്ചു കിട്ടത്തുള്ളൂ. പക്ഷേ ഒരു €50 എക്സ്ട്രാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് എക്സസ് കവറൊക്കെ തരും. അതായിരിക്കും നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ എയർബിഎൻബി ആയിരുന്നു ബുക്ക് ചെയ്തത്. 35 പൗണ്ട്സ് പെർ ഡേ ആയി 4 പേർക്കും കൂടിയുള്ള റൂംസ്. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന അക്കോമഡേഷൻ ആയിരിക്കും ബെറ്റർ.